ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബെറ്റ ഫിഷ് പെട്ടെന്നൊരു ദിവസം തീറ്റി തിന്നാതിരിക്കുക, അതുപോലെ തന്നെ ചത്തുപോവുക, അതുപോലെ വെള്ളത്തിന് ഏറ്റവും അടിയിലേക്ക് പോയിട്ട് ഒരു ആക്റ്റീവ് അല്ലാത്ത രീതിയിൽ വാലൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കുക, അതുപോലെ തന്നെ വാലുകളിലൊക്കെ ഈ ചെറിയ ചെറിയ വെള്ള കുത്തുകളൊക്കെ വീഴുക. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ശരിയാക്കി ബെറ്റ ഫിഷിനെ ആക്റ്റീവാക്കി എടുക്കുക എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് അമർത്തുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ബെറ്റ ഫിഷ് ഇതുപോലെ ആക്റ്റീവ് ആകാത്തതിനും അതുപോലെ തന്നെ ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരുന്നതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് വെള്ളം മാറ്റുന്നതിലൂടെ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണമാകാം ബെറ്റ ഫിഷ് ഇങ്ങനെ ആക്റ്റീവ് ആകാതെ താഴേക്ക് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെള്ളം മാറ്റാതെ ഒത്തിരി നാൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തിപ്പോൾ തീറ്റയും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇടുന്നതിനനുസരിച്ച് അതിനകത്ത് അമോണിയ ഫോം ചെയ്യുന്നതുകൊണ്ടാകാം ബെറ്റ ഫിഷ് ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മീനുകളെ പെട്ടെന്ന് തന്നെ അഫക്റ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതുപോലത്തെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ബെറ്റ ഫിഷിന് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എപ്പോഴും ബെറ്റ ഫിഷിനെ കീപ്പ് ചെയ്യുമ്പോൾ ബെറ്റ ഫിഷിന് ഒരു ആൽമണ്ട് ലീഫ് ഉള്ള വെള്ളത്തിൽ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ആൽമണ്ട് ലീഫ് എടുക്കുന്നത് ബെറ്റ ഫിഷിന് വളരെയധികം നല്ല കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ ബെറ്റ ഫിഷിന് പെട്ടെന്നൊന്നും ആൽമണ്ട് ലീഫിൻ്റെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ പരമാവധി ഒരു ആൽമണ്ട് ലീഫിൻ്റെ വെള്ളത്തിലിടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആഴ്ചയിലൊരു 1-2 തവണയെങ്കിലും ലൈവ് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും സാധാരണ പെല്ലറ്റ് ഫുഡ് മാത്രം വാങ്ങിക്കൊടുക്കരുത്. പിന്നെ വാട്ടർ ചേഞ്ചിങ് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചാണ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒത്തിരി തീറ്റയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ബെറ്റ ഫിഷ് അതിനനുസരിച്ച് തിന്നുന്നില്ല. അതുപോലെ ഈ തീറ്റയൊക്കെ അടിയിൽ പോയി അമോണിയ ഫോം ചെയ്യുന്നുണ്ട്. വെള്ളത്തിൻ്റെ കളറൊക്കെ വല്ലാതെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വെള്ളം മാറ്റി കൊടുക്കുക. ഒരാഴ്ചയിൽ ഒരു തവണ മാറ്റി കൊടുക്കുന്നതൊന്നും വലിയ പ്രശ്നം ഉണ്ടാകുന്നതല്ല. അങ്ങനെ മാറ്റി കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല വെള്ളം മാത്രം വേണം ഒഴിക്കാൻ. വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബെറ്റ ഫിഷ് പെട്ടെന്ന് ചാകാനായിട്ട് കാരണമാകുന്നു. സോ ഇതൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അതായത് നമ്മുടെ ഇത് അസുഖം വന്ന മീൻ അതുപോലെ ആക്റ്റീവാകാത്ത മീനൊക്കെ എങ്ങനെ ആക്റ്റീവാക്കി എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ എന്നും നമ്മൾ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ളൊരു ഫിഷ് പെട്ടെന്നൊരു ദിവസം വെള്ളം മാറ്റിയപ്പോഴോ അതുപോലെ തന്നെ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ വെള്ളത്തിന് ഏറ്റവും അടിഭാഗത്തേക്ക് പോയി നിന്ന് വിങ്സൊക്കെ ഏതാണ്ട് ഒട്ടിപ്പിടിച്ച പോലെ നിൽക്കുക, അതുപോലെ തീരെ ആക്റ്റീവ് അല്ല, അനങ്ങാനൊന്നും വയ്യാതെ ഫീഡൊന്നും എടുക്കാത്ത രീതി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം കല്ലുപ്പ് അതുപോലെ ബദാം ലീഫിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കെയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതല്ല നമ്മളിപ്പം അതുപോലെ ആക്റ്റീവ് ആകാതെ കുറേ ദിവസമൊക്കെ ആയിപ്പോയി, ഒരുപാടെന്ന് പറഞ്ഞാൽ വളരെയധികം നേരത്തെ ഈ കുത്തുകുത്ത് വൈറ്റ് സ്പോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കെയർ ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. വളരെയധികം കൂടിയിട്ടുണ്ട്, മീൻ ചത്തുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ആക്റ്റീവ് അല്ലാതെ തോന്നിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ബദാം ലീഫിൻ്റെ വെള്ളം പോലെ കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഇതുപോലെ അസുഖമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ബെറ്റ ഫിഷിന് നല്ല ലൈവ് ഫുഡ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയെ നമുക്ക് കെയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇവയെ കെയർ ചെയ്യാനുള്ള അടുത്തൊരു മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെറിയൊരു പാക്കറ്റ് പൊട്ടാസ്യം പെർമാനേറ്റ് മേടിക്കുക. അത് മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന ഏറ്റവും ചെറിയ പാക്കറ്റ് ഒരു പൊട്ടാസ്യം പെർമാനേറ്റ് വാങ്ങിയതിന് ശേഷം അതിനകത്ത് വളരെ കുറച്ച് ഒരു പൊടിയോളം മാത്രം ഒരു ബൗൾ വെള്ളത്തിലേക്ക് കലക്കുക. അതിനകത്ത് ഏകദേശം ഒരു ലൈറ്റ് കളർ, ഒരു ലൈറ്റ് വൈറ്റ് കളറ് വയലറ്റ് കളർ ആകുമ്പോഴത്തേന് അതിനകത്തേക്ക് നമ്മുടെ ബെറ്റ ഫിഷിനെ ഒരു 30-40 സെക്കൻഡത്തേന് ഇറക്കി വിടുക. ഒത്തിരി ആകരുത്, ഒത്തിരി ആയിക്കഴിഞ്ഞാൽ മീൻ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ബദാം ലീഫിൻ്റെ വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ഇറക്കി വിടുക ബെറ്റ ഫിഷിനെ. അങ്ങനെ പിറ്റേ ദിവസം, അതായത് 2 ദിവസം ചെയ്യുക. രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും. ബെറ്റ ഫിഷ് അത്യാവശ്യം കുറച്ചൊക്കെ സിംജി ആക്റ്റീവൊക്കെ ആകുന്നതാണ്. 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേന് നിങ്ങളുടെ ബെറ്റ ഫിഷ് പഴയ പോലെ ആക്റ്റീവൊക്കെ ആകും. പിന്നെ നിങ്ങൾ നല്ല ലൈവ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതി ആക്റ്റീവൊക്കെ നല്ല ഗ്രോത്തൊക്കെ ഉണ്ടാകുന്നതാണ്.
പിന്നെ ഈ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് മീനിൻ്റെ അസുഖം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഇത് തന്നെ ട്രൈ ചെയ്യുക. അതുപോലെ നല്ല നല്ല ലൈഫ് ഫുഡ്സും കാര്യങ്ങളൊക്കെ മീനിന് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ അസുഖം ഭേദമായതിന് ശേഷം എൻ്റെ ബെറ്റ ഫിഷിൻ്റെ വാലൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ അർട്ടീമിയ മുതലായ ലൈഫ് ഫുഡ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വാലൊക്കെ തിരിച്ച് പഴയ പോലെ വരുന്നതാണ്. പിന്നെ ഇതുപോലത്തെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഫിഷിനെ എത്രയും പെട്ടെന്ന് ഇതുപോലത്തെ അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് കെയർ ചെയ്താൽ മാത്രമേ ബെറ്റ ഫിഷിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. വളരെയധികം അസുഖമൊക്കെ കൂടി തീരെ ഫുഡൊന്നും എടുക്കാൻ വയ്യ, അനങ്ങുന്ന പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റ ഫിഷിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ ആൽമണ്ട് ലീഫൊക്കെ ഇട്ട് കൊടുക്കുക വെള്ളത്തിൽ. അതിലൂടെ pH ഒക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെ വെള്ളത്തിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തന്നെ ആ വെള്ളമൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ആയിക്കോളും. സോ ആൽമണ്ട് ലീഫ് ബെറ്റ ഫിഷിനെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ബെറ്റ ഫിഷൊക്കെ ബ്രീഡ് ചെയ്തതിന് ശേഷം ഇവയുടെ വാലൊക്കെ മുറിഞ്ഞു പോവുക, അതുപോലത്തെ കാര്യങ്ങളുള്ള ഫിഷിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ആൽമണ്ട് ലീഫും കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്താൽ, അതുപോലെ തന്നെ ലൈഫ് ഫുഡൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇവയുടെ വാലും കാര്യങ്ങളൊക്കെ പഴയ പോലെ തിരിച്ചു വരുന്നതാണ്. മിക്ക ബെറ്റ ഫിഷിൻ്റെയും ബ്രീഡ് ചെയ്തതിന് ശേഷം അവയുടെ വാലും കാര്യങ്ങളൊക്കെ മുറിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവയ്ക്കൊക്കെ ഈ ആൽമണ്ട് ലീഫൊക്കെ ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ നല്ല ലൈഫ് ഫുഡൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു മെയിൽ ഫിഷിനെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത് കിടക്കുന്ന ബൗളിലാണെന്നുണ്ടെങ്കിൽ അകത്തെ ജസ്റ്റ് ഗ്ലാസ്സിലോട്ട് ജസ്റ്റ് ഒന്ന് തട്ടുകയാണെങ്കിൽ അത് തിരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ളൊരു ബെറ്റ ഫിഷ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ളൊരു ബെറ്റ ഫിഷ് മെയിൽ ഫിഷ് ആണെന്നുണ്ടെങ്കിൽ അവ എപ്പോഴും ബബിൾ നെസ്റ്റ് ഉണ്ടാക്കിയിടും അതിൻ്റെ മുകളിലായിട്ട്, വെള്ളത്തിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ളൊരു ബെറ്റ ഫിഷാണ് അതെന്ന്. കടയിൽ അക്വേറിയം ഷോപ്പിലൊക്കെ പോയി ഫിഷിനെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള ഫിഷാണെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ബെറ്റ ഫിഷ് ബ്രീഡായതിനു ശേഷം അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഈ ആൽമണ്ട് ലീഫിൻ്റെ വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ അവർക്കും നല്ലതാണ്. നല്ല ഗ്രോത്തും അതുപോലത്തെ കാര്യങ്ങൾ, നല്ല ഹെൽത്തി ആയിട്ടിരിക്കും എപ്പോഴും. പിന്നെ നിങ്ങളുടെ അടുത്ത് ഈ അസുഖം വന്ന ബെറ്റ ഫിഷിനെ കെയർ ചെയ്തതിന് ശേഷം കൊടുക്കാനായിട്ട് നല്ല ലൈഫ് ഫുഡ്സും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ മണ്ണിരയൊക്കെ പിടിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് കൊടുത്താലും മതിയാവും. അതാണെങ്കിലും അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും അത് കൊടുക്കണം. എന്നാൽ മാത്രമേ ബെറ്റ ഫിഷ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് മൊയ്ന ഒക്കെ വാങ്ങാവുന്നുണ്ടെങ്കിൽ അത് കൾച്ചർ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മൊയ്ന ഒക്കെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ അർട്ടീമിയ കുറച്ച് കോസ്റ്റ്ലി ആണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മൊയ്ന പോലത്തെ ലൈഫ് ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് അമർത്തുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോകളപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. Thanks for watching my video. Please subscribe my channel.